ചിന്തിക്കുമ്പോൾ ആത്മാവിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നൊരു ഭാഗമാണിത്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, യഹോവ നമ്മുടെ ഇടയനാകുന്നുവെങ്കിൽ നമുക്ക് മുട്ടുണ്ടാകത്തില്ല. ഹല്ലേലൂയ, ആമേൻ. പ്രാരംഭത്തിൽ നാം കേട്ടു, ഇടയനില്ലാത്ത ആടുകൾ ചിതറിപ്പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. വചനം പഠിപ്പിക്കുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഹല്ലേലൂയ. നമുക്കൊരു ഇടയനുണ്ടെങ്കിൽ, ഒരു നടത്തിപ്പുകാരനുണ്ടെങ്കിൽ, ഒരു മേൽ വിചാരകനുണ്ടെങ്കിൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, നമുക്ക് മുട്ട് വരത്തില്ല. കാരണം നമ്മുടെ കാര്യങ്ങളെ, ഹല്ലേലൂയ, നടത്തി തരുവാൻ, ചെയ്തു തരുവാൻ, നമ്മുടെ വിശപ്പറിയുവാൻ, നമ്മുടെ ദാഹം അറിയുവാൻ, നമ്മുടെ ബലഹീനത അറിയുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ബലഹീനതയുള്ളവരുടെ ചിന്ത എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. അവർക്ക് ബലഹീനതയില്ല, അല്ലെങ്കിൽ അവർ കർത്താവിന്റെ വേല ചെയ്യുന്നത് കൊണ്ട് അവർക്ക് രോഗമില്ല, ദുഃഖമില്ല, ദുരിതമില്ലെന്നുള്ളൊരു ധാരണ അവൻ ആടുകൾക്കുണ്ടാകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഓർക്കണമേ, അവര് മനുഷ്യരാണ്. ഹല്ലേലൂയ. അവർക്കും വരാം ബലഹീനത, അവര് മനുഷ്യരീരത്തിൽ വസിക്കുന്നവരാണ്, അവർക്കും വരാം ശോധന. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ആമേൻ, ഞാൻ പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, യഹോവ നമ്മുടെ ഇടയനായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുട്ട് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. Thank you, Lord. Hallelujah. Praise the Lord. Hallelujah. Thank you, Jesus. Hallelujah. യഹോവ നമ്മോട് കൂടെ ഇരുന്നാൽ നമുക്കൊരു, ഹല്ലേലൂയ, ഇടയനുണ്ട് എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് വരുന്ന രോഗങ്ങളെ വഹിക്കുവാൻ, നമുക്ക് വരുന്ന ബന്ധനങ്ങളെ വഹിക്കുവാൻ, നമുക്ക് വരുന്ന നുഖങ്ങളെ തകർക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ ഇടയനെ കൊണ്ട് സാധിക്കുന്ന ദൈവ പൈതലേ, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഹല്ലേലൂയ. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവനെന്നെ നടത്തുന്നുവെന്ന് പ്രമാണം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യഹോവ ഇടയനായിരുന്നാൽ നമുക്ക് സ്വസ്ഥത തരും. മാത്രമല്ല, ഹല്ലേലൂയ, പച്ചപ്പുള്ള മേടുകളിലേക്ക് നമ്മെ നടത്തും. വരണ്ട നിലത്തിലല്ല, ഉണങ്ങിയ നിലത്തിലല്ല, ശോഷിച്ച അനുഭവങ്ങളിലല്ല, കരിവാളിച്ച അനുഭവങ്ങളിലല്ല, ഇരുട്ടുള്ള മേഖലകളിലേക്കല്ല, ഇന്ന് പകലല്ല, യഹോവ ഇടയനായി വാഴുമെങ്കിൽ അവൻ, ഹല്ലേലൂയ, പച്ച പുൽമേടുകളുടെ മേൽ നമ്മെ നടത്തുന്നവനാണ് യഹോവ എന്ന് വചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ. സ്വസ്ഥത തരുന്നവനാണ്. ദുഃഖങ്ങൾ മാറിപ്പോകണം, വേദനകൾ മാറിപ്പോകണം. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, ഉടഞ്ഞ ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. യഹോവയുടെ സാന്നിധ്യം വളരെ വേഗത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീരും. ഇവിടെ വചനം പറയുക, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നവൻ. ഹല്ലേലൂയ. സ്വസ്ഥത മനുഷ്യന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, എല്ലാം ഉണ്ടായിരിക്കാം, പക്ഷേ അനേകരുടെ ജീവിതത്തിൽ സ്വസ്ഥത കാണാറില്ല. എന്നാൽ യഹോവ ഇടയനായിരുന്നാൽ നമുക്ക് സ്വസ്ഥത തരുവാനിടയാകും, സമാധാനം തരുവാനിടയാകും, സന്തോഷം തരുവാനിടയാകും. സമാധാനം വാങ്ങുവാൻ കിട്ടത്തില്ല ദൈവ പൈതലേ, സ്വസ്ഥത വാങ്ങുവാൻ കിട്ടത്തില്ല ദൈവ പൈതലേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആടുകളുടെ കാര്യം പറയുന്നത് പോലെ, ആമേൻ, ആടിന് മഴ നന്നല്ല എന്ന് പറയുന്നത് പോലെ, ആമേൻ, ഒരു ദൈവ പൈതലിന് ഏറ്റവും അത്യാവശ്യമാകുന്ന ഒരു കാര്യമാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. യഹോവ നമ്മുടെ പടകിലുണ്ട് എങ്കിൽ അവൻ സ്വസ്ഥത നൽകി നമ്മെ മാനിക്കുന്ന ദൈവമാണ് എന്ന് ഈ, ആമേൻ, ഹല്ലേലൂയ, വേദ
പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ. നമ്മുടെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാണൻ, ഹല്ലേലൂയ, നമ്മുടെ ചോര, ഹല്ലേലൂയ, അത് തിളച്ചു നിൽക്കുന്ന വേളകളിൽ ശാന്തി പകരുന്നതാണ് യഹോവയുടെ കരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ചോര അധികമായി ഒന്ന് ചൂട് കൊണ്ട്, ആമേൻ, നമ്മുടേതാകുന്ന ആ നിരാശ കൊണ്ട്, ആ കിതപ്പ് കൊണ്ട്, ഹല്ലേലൂയ, ആമേൻ, ഉടമനരികമക്ഷാരമ അത് ഹല്ലേലൂയ ചൂടേറി വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് അത് നമ്മെ തണുപ്പിക്കുന്നതാണ് ആ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രാണൻ, പ്രൈസ് ജീസസ്. ഉറമാനഹോഷാരിബ. ആമേൻ, ആമേൻ. ജീവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉടമനരികബബബ റബക്ഷാരബ. ചോരയാണ് നമ്മുടെ ജീവനെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, രക്തം കുറഞ്ഞു കഴിഞ്ഞാൽ നാം വാടിപ്പോകുന്ന ദൈവമക്കളെ, ആമേൻ, പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. നാം തളർന്നു പോകും, ക്ഷീണിച്ചു പോകും. ആമേൻ. ഹല്ലേലൂയ. ഒരു മൃഗത്തെ അറുത്തതിന്റെ ചോര വാർന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രാണൻ നഷ്ടമാകുന്നത് പോലെ ഒരു ദൈവ പൈതലിന്റെ വചനം പറയുന്നു, ആമേൻ, പ്രാണനെ ദൈവം തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, നാം ഉപവസിച്ചും തളർന്നും ഒക്കെ നിൽക്കുന്ന വേളകളിൽ, ആമേൻ, നാം ഹല്ലേലൂയ കട്ടിയേറിയ എന്തെങ്കിലും തൊഴിൽ ചെയ്യുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഏതെങ്കിലും കാര്യാതി നാം ചെയ്യുമ്പോൾ നമ്മുടേതാകുന്ന, ഹല്ലേലൂയ, ശരീരം ഒന്ന് ചൂടാകുവാൻ തുടങ്ങും. ചൂടായിട്ട്, ഹല്ലേലൂയ, പിന്നത്തേതിൽ നാം, ഹല്ലേലൂയ, കിതയ്ക്കുവാൻ തുടങ്ങും. പിന്നെ നാം, ഹല്ലേലൂയ, ക്ഷീണിതരായി മാറുവാൻ തുടങ്ങും. അത് നമ്മുടെ ചോര ചൂടാകുന്നതിന്റെ അടയാളമാണ്. ഉപവസിക്കുന്ന ഒരു ദൈവ പൈതല് ശാന്തമായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് കാലടക്കി വെച്ച് ദൈവത്തെ ആരാധിക്കണമെന്ന്. മാത്രമല്ല, ഹല്ലേലൂയ, കട്ടിയേറിയ ജോലികൾ അവർക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അമിതമാകുന്ന വെയിറ്റ് എടുക്കുമ്പോൾ, അധികമായി, ഹല്ലേലൂയ, നാം അധ്വാനിക്കുമ്പോൾ നമ്മുടേതാകുന്ന ശരീരത്തിന്, ആമേൻ, ഹല്ലേലൂയ, ശാരീരികമാകുന്ന ബലഹീനത വരിക. ഇവിടെ ദൈവത്തിന്റെ പ്രമാണം പഠിപ്പിക്കുക, ആമേൻ, നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നാം നിലനിൽക്കുന്നത്? നമുക്കൊരു ഇടയനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ വേളയിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പ്രൈസ് ജീസസ്. നിങ്ങൾ ഫലം കായ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ഈ ഇടയനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളിൽ നിന്ന്, ആമേൻ, നിങ്ങളിൽ നിന്ന് ഒരു ഫലം പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വൻ, ഹല്ലേലൂയ, വൃക്ഷം, ഉടമനരികബ വൈശാരബ, ഒരു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒറ്റത്തടിയാകുന്ന തേങ്ങാകുന്ന വൃക്ഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിങ്ങനെ, ഹല്ലേലൂയ, കായ്ച്ചു കുലച്ചു, ഹല്ലേലൂയ, ആമേൻ, താങ്ക് യു ലോർഡ്. ഉടമനരികബക്ഷാരബ. അത് അനേക, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ചിലർ നോക്കുമാറുള്ള ചില കായ്കൾ വിടർത്തി, ആമേൻ, ഹല്ലേലൂയ, അതിന്റെ മണ്ട കുലച്ച്, ആമേൻ, പടർന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഈ മേഖലയിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന ഒരു മണ്ഡലമുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങളിൽ എത്ര പേർ അത് ഏറ്റെടുക്കും? അവരുടെ മേൽ ഈ കാഴ്ചപ്പാട്, ഈ അനുഗ്രഹം, ഈ നന്മ വന്നുഭവിക്കുന്നവര് പകലാണ് ദൈവത്തിന്റെ പൈതലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദമാന ബാബ രി ബാബ വശാര ബാര ബക്ഷാരബ ഉറമാന വശജല ദമാന രിക ബാബ ബാബ ശുഡമാര ബാര ബക്ഷാരബ ശുഡമാര ബാര ബാര ബ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടെങ്കിൽ, വേദനയുണ്ടെങ്കിൽ, രോഗമുണ്ട് എങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ഏത് സമയത്ത് നാം ദൈവത്തെ വിളിക്കുവാൻ തയ്യാറുള്ളവരായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. ഓടിച്ചെന്ന് അതിനു വേണ്ടി ഒരു വിടുതൽ പ്രാപിപ്പാൻ ദാഹത്തോട് നാം ഓടുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എന്നതുപോലെ ഇന്ന് പകൽക്കാലം ആ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ, ആ ഇടയനെ നിങ്ങൾക്ക് പ്രാപിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിത പടകുകളിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ഈ പകൽക്കാലം അവരെ ക്ഷണിക്കുന്നവരോടുകൂടെ കടന്നു വരുന്നവനാണ് എൻ്റെ യേശു. ഹല്ലേലൂയ. അവനാണ് നല്ല ഇടയൻ. ഹല്ലേലൂയ.
നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാജാതി രാജാവും കർത്താതി കർത്താവുമാകുന്ന യേശുവിനെ നമ്മുടെ പടകിലേക്ക് ഈ പകൽക്കാലം കൊണ്ടുപോകുവാൻ നിങ്ങൾ തയ്യാറാണോ ദൈവ പൈതലേ? അവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേനയുടെ വചനം പറയുന്നു, കൂരിരു താഴ്വരയിൽ കൂടി നടന്നാൽ ഞാൻ ഒരു അനർത്ഥം ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇടയനുള്ളവർക്ക് ഈ വടിയും കോലും ആശ്വാസമായി തീരും. ഇടയനോട് മത്സരിക്കുന്നവർക്ക് ഈ വടിയും കോലും പ്രതികൂലമായിരിക്കും. നമുക്കറിയാം, ആവർത്തന പുസ്തകം 28 പ്രാരംഭത്തിൽ അനുഗ്രഹവും ആമേൻ, 2-ാം സെക്ഷനിൽ ആമേൻ ഹല്ലേലൂയ ശാപവുമാണ് പറയുന്നത്. രോഗങ്ങളെ കുറിച്ച്, വ്യാധികളെ കുറിച്ച്, ചൊറിയെ കുറിച്ച്, ചൗക്കനെ കുറിച്ച് ഹല്ലേലൂയ, വ്രണത്തെ കുറിച്ച് ഹല്ലേലൂയ, തകർച്ചയെ കുറിച്ച്, പരാജയത്തെ കുറിച്ചൊക്കെയാ പറയപ്പെടുന്നത് ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വചനം പറയുന്നു, കൂരിരു താഴ്വരയിൽ കൂടി നടന്നാൽ ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. ആമേൻ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നാം ഒരു വടി എടുക്കുന്നത് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുവാനാണ് ഹല്ലേലൂയ. എന്നാൽ അത് ഹല്ലേലൂയ ശിക്ഷ തോൽവിക്ക് വേണ്ടിയല്ല, രക്ഷയിലേക്ക് വരുവാനുള്ള ശിക്ഷയാണ് നാം കൊടുക്കപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് യേശു ക്രിസ്തുവും തന്നെ സ്വീകരിക്കുന്നവർക്ക് രക്ഷയും ഇല്ലാത്തവർക്ക് ശിക്ഷയുമാണ് ഈ വടിയിൽ നിന്ന് ലഭിക്കുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ ആ രക്ഷകനോട് ചേർന്ന്, ആ പ്രിയനോട് ചേർന്ന്, ആ ഇടയനാകുന്ന കർത്താവിനെ പൂർണ്ണ മനസ്സോട് നാം ആരാധിക്കണം. സത്യ നമസ്കാരികൾ യേശുവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിച്ചുവെന്നാണ് യേശു പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സത്യ നമസ്കാരികൾ ആമേൻ അവനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന കാലം വരുന്നുവെന്ന് വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ആരാധന ആത്മാവിലും സത്യത്തിലുമായിരിക്കണം. എങ്കിൽ ഈ വടിയും കോലും നമുക്ക് ആശ്വാസമായി തീരും ദൈവ പൈതലേ. അവൻ ശത്രുക്കൾ കാണുക നമുക്ക് വീരുന്നവരൊക്കെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ശത്രുക്കൾ കാണുക നാം ഇഴയുമെന്നല്ല പറയുന്നത്, നാം ഞൊണ്ടി നടക്കുമെന്നല്ല പറയുന്നത്. ആമേൻ ഹല്ലേലൂയ. ശത്രുക്കൾ കാണുക അവൻ വീരുന്നവരൊക്കെ. ഹല്ലേലൂയ. പ്രഭാതത്തിൽ ഒരു മാതാവിടെ വേദനയോടുകൂടെ വന്നിരിക്കുന്നത് ഞാൻ കാണുവാനിടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. അവർ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് അവർക്കറിയാം ഹല്ലേലൂയ യേശു എന്നെ വിടുവിക്കും, യേശു എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ ആ കർത്താവിൻ്റെ കാൽക്കൽ ആമേൻ ഹല്ലേലൂയ വീണതുപോലെ ഹല്ലേലൂയ അവർ കടന്നു വരുവാനിടയായി തീർന്നു. അവർ സൗഖ്യത്തോടുകൂടെ കടന്നുപോയി. ആമേൻ പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. ഞാൻ അവരുടെ കാലിന്മേൽ കരം വയ്ക്കുമ്പോൾ തന്നെ ആമേൻ 2 വഴികൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ ഉടമന റികബൽശാരബ ഒരു ഹല്ലേലൂയ ഇളുത്ത് ആമേൻ ഹല്ലേലൂയ എടുക്കുന്നത് പോലെ ഒരു അനുഭവം ഹല്ലേലൂയ അനുഭവപ്പെടുവാനിടയായി. ആ ക്ഷണത്തിൽ അവരുടെ നരിയണികൾ ഉറയ്ക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. യേശു വരുന്നത് ആമേൻ ഹല്ലേലൂയ അവനെ ഇടയനായി സ്വീകരിച്ചവരെ വിടുവിപ്പാനാണ്, രക്ഷിപ്പാനാണ്. കൂരിരുൾ താഴ്വരയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെ വീണ്ടെടുക്കുവാനാണ് യേശു കടന്നു വരുന്നത്. ഈ പകൽക്കാലം ഹല്ലേലൂയ കൂരിരുൾ താഴ്വരയുടെ അനുഭവമാണോ? ഈ പകൽക്കാലം ആരെയെങ്കിലും അലട്ടുന്നുവെങ്കിൽ ഞാൻ പറയുന്നു ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തെ സ്വീകരിക്കേണ്ടുന്ന മനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അനുഭവം ഈ പകൽക്കാലം തന്നെ അത് മാറിപ്പോകും ദൈവ പൈതലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. Praise to Jesus. Uramana hachariba riba shudama riba riba chariba. Hallelujah, 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 hallelujah. തലയാടുകൾ മുന്നേ പോകുമ്പോൾ ആട്ടിൻ കുഞ്ഞുങ്ങൾ പിന്നെ ഓടിപ്പോകാറുണ്ട്. ആമേൻ. പോകുവാൻ പറയണ്ട,
ആമേൻ ഹല്ലേലൂയ. അതിൻ്റെ കരച്ചിലിൽ നിന്ന് തന്നെ ആമേൻ ഈ കുഞ്ഞുങ്ങൾ അതിനെ അനുകരിച്ച് അത് ഏത് മേഖലയിൽ നിന്ന് വിളിക്കുന്നുവോ ആ മണ്ഡലത്തിലേക്ക് ഇത് പാഞ്ഞു തുള്ളിയും ചാടിയും ഓടിയും പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് നാം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ അത് നമ്മെ പരാജയങ്ങളിലേക്ക് കൊണ്ടുചെല്ലും. ഹല്ലേലൂയ. ആരുടെ ഉള്ളിൽ ഈ ആമേൻ ഹല്ലേലൂയ ആമേൻ ഉടമന റികബക്ഷാരബ ഈ ദൈവാലോചന സ്പർശ ചെയ്യുന്നുവോ അവർ ഏറ്റെടുത്തോ. ഇല്ല എങ്കിൽ ഹല്ലേലൂയ അത് പരാജയത്തിന് കാരണമായി തീരും. ആമേൻ ഹല്ലേലൂയ. ആട്ടിനെ മനുഷ്യനാ മേയ്ക്കുന്നത്, എന്നാൽ നമ്മെ മേയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ ഇഷ്ടത്തിന് ദൈവഹിതത്തിന് മേൽപ്പിച്ച് ഈ നാളുകളിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവാലോചന പോലെ ഹല്ലേലൂയ നാം അതിനെ ഏറ്റെടുക്കുമെങ്കിൽ ദൈവത്തിന് മഹത്വം അതിവേഗത്തിൽ വെളിപ്പെടും. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുക ഹല്ലേലൂയ, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കണമെങ്കിൽ നമ്മുടെ തല കർത്താവിൻ്റെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കരത്തിൽ സ്പർശനത്തിന് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ ആ എണ്ണ നമ്മുടെ തലമേൽ ഒഴുക്കുകയുള്ളൂ. ഇന്ന് പകലോ ദൈവത്തിന്റെ എണ്ണയാണോ ആവശ്യം? ദൈവിക വിടുതലാണോ ആവശ്യം? ദൈവത്തിന്റെ ഹല്ലേലൂയ അഭിഷേകമാണോ ആവശ്യം? ഹല്ലേലൂയ ലോകത്തിലെ സ്ഥാനമാനമാണോ ആവശ്യം? ഏതാണെന്ന് നാം തിരഞ്ഞെടുത്തുകൊള്ളുക. ആമേൻ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ദൈവ പൈതലേ സ്തോത്രം. രാജാവെ സ്തുതിക്കുന്നു, വാഴ്ത്തുകയ. ഹല്ലേലൂയ. നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ ഈ പകൽക്കാലം നാം ആ സന്നിധിയിൽ ഹല്ലേലൂയ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചില അഭിഷേകത്തിന്റെ തൈലങ്ങൾ ആമേൻ ഹല്ലേലൂയ അനേക നെറുകമേൽ വീഴ്ത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. അഭിഷേകം വരുമ്പോൾ മുഖം തകർന്നു പോകും. ഹല്ലേലൂയ. നാം അത് ഓർക്കണം. ഹല്ലേലൂയ. പൂർണ്ണമായത് വരുമ്പോൾ അമിശമായത് മാറിപ്പോകും. അമിശമായത് മതി എന്ന് പറഞ്ഞ് അമർന്നിരിക്കുവാനല്ല ഈ പകൽക്കാലം വചനം പറയുന്നു. പൂർണ്ണമായതിലേക്ക് ദൈവം നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുക. അതിനുവേണ്ടി ഹല്ലേലൂയ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. എങ്കിൽ വചനം പറയുക ആമേൻ ഹല്ലേലൂയ എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ പാനപാത്രം അത് നിറഞ്ഞു കവിയണം. ഹല്ലേലൂയ. ആമേൻ. അതിൽ നിന്ന് ഹല്ലേലൂയ വരുവാനുള്ളത് ആമേൻ ഹല്ലേലൂയ നിരാശയുടെ സാക്ഷിയല്ല. ആമേൻ. പാനപാത്രം നിറഞ്ഞു കവിഞ്ഞാൽ സന്തോഷത്തിൻ്റെ സാക്ഷി വെളിപ്പെടും, ആനന്ദത്തിൻ്റെ സാക്ഷി വെളിപ്പെടും. ആമേൻ ഹല്ലേലൂയ. ഇല്ലായ്മയിലും ആമേൻ ഹല്ലേലൂയ സമ്പത്തിലും ഹല്ലേലൂയ ദരിദ്രതയിലും ഒക്കെ ഒരുപോലെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പാനപാത്രം എപ്പോഴും നിറവുള്ളതായിരിക്കണം. നമ്മുടെ ഭരണി ഒരിക്കലും കാലിയായിരിക്കരുത്, അത് നിറഞ്ഞു തന്നെ ആയിരിക്കണം. പ്രിയ ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആരെങ്കിലും ഒഴിഞ്ഞ അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ ആ ഭരണികളെ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നിറച്ചു കഴിഞ്ഞാൽ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം ഒക്കെയും നമ്മെ പിന്തുടരും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഭരണിയെ നിറച്ചു കഴിഞ്ഞാൽ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരുവാനിടയായിത്തീരും. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. അത് വഴിതെറ്റി പോകുമ്പോൾ ഹല്ലേലൂയ ഉണ്ടാകുമെന്നല്ല. ആമേൻ. യഹോവ ഇടയനായിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം തൻ്റെ ഭരണിയെ നിറച്ചു കഴിഞ്ഞാൽ, തൻ്റെ മക്കളുടെ ഹല്ലേലൂയ ഉള്ളറയെ നിറച്ചു കഴിഞ്ഞാൽ നന്മയും കരുണയും നമ്മെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. നന്മയ്ക്ക് വേണ്ടി നാം ഓടണ്ട. ആമേൻ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. നമ്മെ തേടി വരും, അനുഗ്രഹം നമ്മെ തേടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ഈ ആമേൻ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാ. ആമേൻ ഹല്ലേലൂയ. മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അനേക സെല്ലുകൾ തിരിച്ചു വിട്ടതിനെ ദൈവം ഈ നാളുകളിൽ ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കുന്ന നിലവാരത്തിൽ ജീവൻ പകർന്നു കൊടുക്കുന്ന നിലവാരങ്ങളിലുള്ള ആത്മീക മേടികൾ തുറന്നു വരുന്ന നാളുകളാണ് ഈ നാളുകൾ. ഹല്ലേലൂയ. ആയതുകൊണ്ട് ഹല്ലേലൂയ ഒതുങ്ങരുതേ ദൈവ പൈതലേ. ആമേൻ. പുറത്തു വരിക, പുറത്തു വരിക,
പുറത്തു വരിക, പുറത്തു വരിക. ശത്രു നമ്മെ തളയ്ക്കുവാൻ നോക്കുമ്പോൾ, ശത്രു നമ്മെ ഒതുക്കുവാൻ നോക്കുമ്പോൾ, ശത്രു നമ്മെ മൂടി വെക്കുവാൻ നോക്കുമ്പോൾ, ഈ പകൽക്കാലം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. നാം പുറത്തു വരുവാൻ ആഗ്രഹമുള്ളവരായിരിക്കണം. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Shudamana riga baba baba shara baba riba shara ba shudamana hacha riba riba shara ba. Hallelujah. ആമേൻ. അനേക ഹല്ലേലൂയ, ഹല്ലേലൂയ ഇടങ്ങളിൽ നിന്ന് തിരിച്ചു വിട്ടതിൽ നിന്ന് ആമേൻ ദൈവ പാദപീഠങ്ങൾ കൊണ്ടുവന്ന് വിടുവിപ്പാൻ അവന് പദ്ധതി ഉണ്ടായതുകൊണ്ട് ആമേൻ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. നാം ആരും ഹല്ലേലൂയ അകന്നു പോകുവാനല്ല, നാം ദൈവത്തോട് അടുത്തിരിക്കുന്ന നാളുകളായി ഈ നാളുകൾ മാറപ്പെടുമാറാകട്ടെ. ദൈവം നമ്മെ അതിനായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. യഹോവ നമ്മുടെ ആമേൻ ഇടയനായിരിക്കണം എങ്കിൽ ഹല്ലേലൂയ വചനം പറയുന്നു ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. ഹല്ലേലൂയ. മുട്ടുവരുത്തുന്ന ക്രിസ്തുവിനെയല്ല നാം ആരാധിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. മുളഞ്ഞതിനെ ഉളുക്കിയതിനെയൊക്കെ ചേർത്തണയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. നിരാശകളെ മാറ്റി, ആ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെ മാറ്റി, ആ ഉടഞ്ഞ ഹൃദയത്തെ മാറ്റി പണിയുവാൻ എൻ്റെ യേശു ഇതിനകത്തുണ്ട്. അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസന്നിധിയോട് അടുത്ത് വരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.